ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ പറയുക, കുറച്ച് അധികം മടിയുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഇത് നമ്മുടെ കാശിക്കുട്ട ഒരു ഹായ് പറ. ഹായ് ഹായ്. എവിടെ പോവാ? എവിടേക്ക് പോവാ? എവിടേക്ക് എവിടേക്ക് പോവാ? കാശിക്കുട്ടൻ്റെ പിറന്നാൾ വരികയാണ് കേട്ടോ. കാശിയുടെ പിറന്നാൾ നവംബർ 22 അപ്പം നമുക്ക് ഇന്ന് കാശിമോൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം ഞാനൊന്നുമില്ല ഫോട്ടോഷൂട്ടിൻ്റെ. കാശി പാറുമില്ല, അവൻ്റെ ചേച്ചിയില്ല. ഞാനും ചേച്ചിയും ഔട്ടാണ്. ഇന്ന് അച്ഛനും മോനും ഉള്ളൊരു പാട്ടാണ്, ഒരു സോങ്ങാണ് കേട്ടോ. അച്ഛനും മോനും കൂടിയിട്ടുള്ളൊരു സോങ് റീക്രിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. ആ പാട്ട് വെച്ച് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ഏകദേശം 3:30 സമയമായിട്ടുണ്ട്. നമുക്ക് 2 ലൊക്കേഷനിൽ മാറ്റിപ്പിടിച്ച് ചെയ്യണം. വെയിൽ ഒന്ന് മങ്ങിയിട്ടുണ്ട്, എപ്പോഴാണ് ഉദിച്ച് വരാമെന്ന് അറിയില്ല കേട്ടോ. പറഞ്ഞു 2 സ്ഥലത്തും ചെയ്യാനുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുമെന്ന് അറിയില്ല, ഇവൻ്റെ മൂഡ് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഇവനൊക്കെ എടുത്ത് ഉറക്കി നന്നായിട്ട്, അതുകൊണ്ട് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പാർക്കുട്ടി ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയമായിട്ടുണ്ട്. ഈ സമയത്തോടുകൂടി നമ്മൾ പോകണം. പക്ഷേ ചെറിയൊരു പടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് ഹരീഷാണ്. ഹരീഷിൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഏട്ടൻ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. എന്നാലേ ഇവൻ്റെ ഓരോരോ വികൃതികളും കുസൃതികളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ചേട്ടൻ വരേണ്ടി വന്നോ അതൊന്ന് ഓണാക്കാൻ? ചേട്ടൻ വരേണ്ടി വന്നോ ഓണാക്കാൻ? ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല മുത്തം മഴ. ഇത്ര നേരം ഇവിടെ നല്ല വെയിലായിരുന്നു, ഇപ്പൊ നല്ല മഴ. അതല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് 3:30 ആയിട്ടുള്ളൂ. നേരത്തെയാണ് ഹരീഷിന് ഇറങ്ങി. പക്ഷെ എന്താ കാര്യം, മഴ. കാശി അഭിനയിച്ച് മരിക്കണം കേട്ടോ. ചെറിയ മഴ ചതിക്കുമോ ഗൈസ്? മഴത്തുള്ളി ഹരീഷേ, ഇടുക്ക് സാധനം എടുക്ക്, ആയുധം എടുക്ക്. തുള്ളി പോയി. ഹെൽപ്പർ ഞാൻ ക്യാമറക്ക് ഇട്ട് കൊടുത്തു. ക്യാമറ ഹൗസ് ഇട്ടു. 3 സ്റ്റാർ ഓടി പാറു 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 പാറു. ഏടെന്താ ഷൂ ഇടാത്? പൊക്കട്ടെ, പൊക്ക്.
ലോക്കായിട്ട് മനസ്സിലായിടനെ അരയിലൂടെ ലോക്കാക്കിട്ട് ഇങ്ങനെ എടുത്തിട്ട ഷോർട്ട് ഓക്കെ റെഡി റെഡി 1 2 3 സ്റ്റാർട്ട് ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് അവന്റെ ഫേസ് കിട്ടോ അവന്റെ ഫേസ് ഒക്കെ കിട്ടിയ ഒന്നുകൂടി ഇറക്കി വിടാം പറയാം ഞാൻ സമയം 4:15 പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാലേ മഴക്കാര അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. 4 കോസ്റ്റ്യൂമാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരൊറ്റ കോസ്റ്റ്യൂമിൽ തീർത്തിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് പാട്ട് ഏകദേശം എങ്ങാനും പിടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു സോങ്ങാണ് കേട്ടോ, ചിറകിൽ ചിറകിൽ, ആ പാട്ട് അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒന്നാമത്തെ കേസ്, നമ്മൾ പിള്ളേരെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ മൂഡെന്ന് പറയണത് വലിയൊരു ഫാക്റ്റാണ്. ഞാനപ്പം ആദ്യമേ അവന് കാശുകൂട്ടനെ നേരത്തെ കൊടുത്ത് കുറേ നേരം ഉറക്കി. അപ്പോൾ തന്നെ അവൻ ഏകദേശം ഉഷാറായി. പിന്നെ അവനിങ്ങനെ ഈ ഒരു വൈബൊക്കെ ഇഷ്ടമായതുകൊണ്ട് വലിയ വാശി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന കുറേ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര വിറ്റായിരുന്നു ഈ ഒരു പോർഷൻ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനിങ്ങനെ ഡാൻസ് കളിച്ച് വരണം കാശിയുടെ പിന്നാലെ. ഇത് ഇങ്ങനെയാണ് വരേണ്ടത്, പക്ഷേ ഏട്ടൻ വരുന്നത് വേറെ രീതിയിലേത്. ഞാനും ഹരീഷും കൂടെ ഏട്ടനെ വാട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതിന് ഔട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളത് വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റായിട്ടിട്ട്, എനിക്കറിയില്ല ഇതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന് എനിക്കറിയില്ല. ഹൈ 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 ഹയ്യ ഹയ്യ ഹയ്യാരേ ഹൈ ഹൈ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഭയങ്കര രസമായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഭയങ്കര ബോറടിയായിരുന്നു. ബിക്കോസ് എനിക്കൊരു പണി ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബോറടിയായിരുന്നു. ഇപ്പോൾ പുതിയൊരു സംഭവം, നമ്മളിവിടെ കാശി എന്നെഴുതുന്നു, തിരമാല വരുന്നു, അതങ്ങോട്ട് കൊണ്ടുപോകുന്നു. സാധാരണ ഞാനൊരു എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും തിരമാല വന്നത് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കില്ല. പക്ഷെ തിരമാല വന്നത് കൊണ്ടോട്ടെ, ആ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ കാശിമോൻ്റെ നാൾ ചോദ്യമാണ്, കടലമ്മയുടെ നാൾ ചോദ്യമാണല്ലോ. എല്ലാവരും പറയും ചോദ്യക്കാർ കുളിക്കാൻ വരാൻ പാടില്ല, ചോദ്യക്കാർ കുളിച്ചിട്ട് കടലമ്മ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പണ്ട് കുറേ കേട്ടിട്ടുണ്ട്. എനിക്കറിയാം അതൊക്കെ വെറുതെയാണ്, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് അവനെ കടലിൽ കൊണ്ടുപോകുമ്പോൾ. എനിക്ക് ഇങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങൾ എനിക്കുണ്ട് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ബ്ലാക്ക് ടീഷർട്ടും എടുത്തു, വൈറ്റ് ടീഷർട്ടിൻ്റെയും വീഡിയോ എടുത്തു കേട്ടോ. നമ്മൾ 2 പഴംപൊരി വാങ്ങിച്ച് കഴിച്ച് പോവാണ്. മലയ്ക്ക് മാലിട്ടിരുന്ന അവസരമായിരുന്നു.
ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവൻ്റെ സെലിബ്രേഷൻ ഉള്ളത് മലയ്ക്ക് പോയി വന്നിട്ടാണ് കേട്ടോ. കാരണം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ നോണോ അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കാറിൽ വെച്ചിട്ട് തന്നെ ഡ്രസ്സ് മാറ്റി. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇട്ടിട്ട്. ഇതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു വേറൊരു ടൈപ്പാണ് ഏട്ടൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ 4 ഡ്രസ്സ് ഒരേപോലത്തെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാശിരക്കയിലുള്ള ഡ്രസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഏട്ടന് വാങ്ങിച്ചത്. ഏട്ടനയിലുള്ള ഡ്രസ്സ് വെച്ചിട്ട് കാശിക്കരണം മേടിക്കുക, അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമ്മൾ കോട്ടപ്പുറം പാർക്കിലേക്കാണ് പോണത്. ഇത് നമ്മൾ കറക്റ്റ് എക്സാക്റ്റായ സാധനം തന്നെ ആയിരിക്കില്ല, പക്ഷെ ആ പാട്ടിനോട് റിലേറ്റബിളായിട്ട് ഇങ്ങനെ തോന്നുന്നത് നൈസ്. എനിക്ക് ലോറിയുടെ ഉള്ളിലൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ച് നമുക്ക് പറ്റിയേനെ, പക്ഷേ കാലാവസ്ഥയും ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കാശിക്കുട്ടൻ നല്ല മോനായിരുന്നു എൻ്റെ മോൻ, ഒരു കുഴപ്പമുണ്ടായില്ല അവനെ കൊണ്ട്. കോട്ടപ്പുറം പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കിട്ടുന്നത് വേഗം കൈയോടെ ഷടപടേന്ന് എടുക്കാം. ഒരു 3 കോസ്റ്റ്യൂം. ഹായ് കാശി, കാശി ഹായ് പറ, കാശി ഹായ് പറ, കാശി ഹായ് ഹായ്. Ready 1 2 3 start. ഞാൻ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു ചേട്ടൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അച്ഛൻ മോന് കോംബോയാണ് ഏറ്റവും ബെറ്റർ, അച്ഛൻ മോള് കോംബോ അല്ലേ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ അച്ഛന്മാർ പിള്ളേരെ ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും. അത് മോളായാലും മോനായാലും ശരി. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അമ്മേനൊക്കെ കൂടുതൽ കമ്പനി ആവാൻ പറ്റിയിട്ടുള്ള ഒരാൾ അച്ഛനായിരിക്കണം, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പം പാറുമോളും ഏട്ടൻ്റെ അടുത്ത് ഭയങ്കര അവളെ ഏറ്റവും ഭയങ്കര സേഫായിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് ഏട്ടനാണ്. കാശിമോനും അങ്ങനെ തന്നെ ആയിരിക്കും. ബിക്കോസ് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരിയാണ്. എനിക്കൊന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ ഇവർ വലുതാകുമ്പോഴായാലും ചിലപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അത് പച്ചൻ്റെ അടുത്തായാലും ഉണ്ടാവില്ല. എന്താ പറയുക, പിന്നെ ഞാൻ ചിന്തിക്കുന്നു, ഒരു മകനോ മകളോ ബെസ്റ്റ് ഫ്രണ്ട് ആവണം നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം ഒരു പീരീഡ് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ സീക്രട്സ് ഉണ്ടാവും. ഒരച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരിക്കലും അവരെൻ്റെ ബെസ്റ്റ് ആവണം എന്ന് പറയുമ്പോൾ വാശി പിടിക്കരുത്. അമ്മയും അച്ഛനും തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിലൊരു സേഫായിട്ടുള്ളൊരു എന്തും പറയാൻ പറ്റുന്നൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ പറ്റിയ ഭയങ്കര ലക്കാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷൂട്ടൊക്കെ ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പെട്ടിയും പാക്ക് ചെയ്ത് പോവാണ്. ഹരീഷിന് നമ്മളെപ്പോൾ വിളിച്ചു വരുത്തുമ്പോഴും അവനൊരു ഫുഡ് നമ്മൾ നൈസായിട്ട് ഗ്രാൻഡായിട്ട് കൊടുക്കും. അവൻ വയറിറച്ചി ഫുഡ് മേടിച്ചു കൊടുക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വ്രതത്തിലായോണ്ട് മസാല ദോശയെ നമുക്ക് വഴിയുള്ളൂ. അന്ന് അവരെങ്ങനെ ഉണ്ടായിടാ? അന്ന് ഇവിടെ ആയിരുന്നില്ലേ ഷൂട്ട്, അവന്മാരുടെ ഷൂട്ട്? നടക്ക് നോ. പിടിക്കടാ. വേണ്ടവന് അവൻ കേറൂല കാറിന്.
അപ്പോൾ ഗൈസ് നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ മസാല ദോശയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഞങ്ങളല്ലെങ്കിൽ മന്തി കഴിച്ചേനെ, പക്ഷേ മസാല ദോശയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കാണെങ്കിലും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, കാശിക്കുട്ടനും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിറങ്ങണം. അപ്പോൾ ഈ വീഡിയോൻ്റെ പിന്നെ ഹരീഷിന് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒട്ടുമിക്ക ഒരു 90% വീഡിയോസും ഷൂട്ട് ചെയ്യുന്ന ആൾ അവനാണ്. ഇവൻ്റെ കയ്യിലാണ് എല്ലാതും ഇരിക്കുന്നത്. വീഡിയോ എടുത്ത് തരും, ഔട്ട് എപ്പോൾ വരുന്നറിയില്ല, പക്ഷെ എന്നാലും വീഡിയോ നല്ല പക്കായിട്ട് ഔട്ടെല്ലാം അടിപൊളിയായിട്ട് എടുത്തു തരും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്. വന്നു കെട്ടിപ്പിടിക്കും നീ ചെറുത കൃതികളിൽ പൂമഴ പൊഴിക്കും പൂന്തേന്നുകർന്നോടി മറയും ഇളനീത്തുള്ളി കനവിൽ തൂവി പാടി സ്നേഹപ്പൂത്തുമ്പി ചിറകിൽ ചിറകിൽ പറക്കാനൊരു മോഹം നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റെ ചൊല്ലു ചൊല്ലു ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്